ഇപ്പോൾ പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ജയിക്കും. അത് കഴിഞ്ഞാൽ സ്വരാജിന് 2ാം സ്ഥാനം, പിന്നെ ആര്യാടൻ ഷൗക്കത്തിന് 3ാം സ്ഥാനം. ഇങ്ങനെയാണ് അദ്ദേഹം നടത്തിയ സർവേയിൽ അദ്ദേഹത്തിന് മനസ്സിലായതെന്നാണ്. 3 മുന്നണികളും വിജയസാധ്യത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീപക് തർപ്പണ UDFിൻ്റെ സാധ്യതകൾ പരിശോധിക്കാൻ നമുക്കൊപ്പം പ്രൈം ടൈമിൽ വരികയാണ്. ദീപക്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. UDF അവരുടെ കൂട്ടലും കിഴിക്കലും കണക്കൂട്ടലും ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് അവരുടെ അവസാനത്തെ ഒരു നിഗമനം? വെരി ഗുഡ് ഈവനിങ് SKN. അവരുടെ നിഗമനം 11-12. KP അനിൽകുമാർ ഇന്നും എന്നോട് പറഞ്ഞത്, മണ്ഡലത്തിൻ്റെ ചുമതലക്കാരനായ നേതാവ് KP അനിൽകുമാർ MLA പറഞ്ഞത് 12 വോട്ടിന് ജയിക്കുമെന്നാണ്. ആര്യടൻ ഷൗക്കത്ത് 15 പറയുന്നു, സണ്ണി ജോസഫ് 15 പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഈ 15-ൽ കിടന്ന് പറയുകയാണ്. അതായത് ഈ 15 വോട്ട് 12 വോട്ട് എന്ന് പറയുന്നത് ആയിരങ്ങൾ വെച്ചാണ്. K ആണോ? 12K 15K? 1000 തന്നെയാണ് SKN. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ചില ഗ്രാസ് റൂട്ട് റിയാലിറ്റികൾ പുറത്തു വരുന്നത് കാണാതെ പോകുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഞാൻ 2 ദിവസം മുൻപ് പറഞ്ഞതാണ്, ക്രോസ് വോട്ട് നടന്നിട്ടുണ്ട്, UDF ക്യാമ്പിൽ നിന്നും വോട്ടിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇന്നിപ്പോൾ അൻവറിൻ്റെ സർവേയിൽ അത് കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവർ പറയുന്നത്, നേരത്തെ ആര്യാടൻ ഷൗക്കത്തിനാണ് ജയസാധ്യത എന്ന് പറഞ്ഞെടുത്തൊന്നും M സ്വരാജിലേക്ക് എത്തുന്നു. ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ സാധിക്കും, കാലത്ത് വോട്ടെണ്ണുമ്പോൾ വഴിക്കടവിലെ 1ാം ബൂത്ത് മുതൽ 46ാം ബൂത്ത് വരെയാണ് ആദ്യം എണ്ണുന്നത്, ആദ്യ പഞ്ചായത്ത്. ആ സമയത്ത് ആര്യാടൻ ഷൗക്കത്തിന് ഒരു ആശ്വാസം ഉണ്ടായിരിക്കും, ആദ്യ ലീഡ് വരും. അത് കഴിഞ്ഞ് മുത്തേടത്തേക്ക് എത്തുമ്പോഴേക്കും കുറച്ചുകൂടി ലീഡ് വരുന്നു. അത് കഴിഞ്ഞ് എടക്കര മുതൽ ഡിസെൻഡിങ് തുടങ്ങും. പോത്തുകൽ എത്തുമ്പോൾ LDFിൻ്റെ കുതിപ്പായിരിക്കും അവിടെ കാണുക. അതായത് UDF 12,000 വോട്ടെങ്കിലും ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുമ്പോൾ ഈ 2 പഞ്ചായത്തുകളിലെ ലീഡ് കൊണ്ട് വേണം വലിയ ലീഡുണ്ടാക്കാൻ. മറ്റൊന്ന് മുനിസിപ്പാലിറ്റിയും അതുപോലെ അമരമ്പലവും വളരെ കൃത്യമായി ലീഡ് LDFിനായിരിക്കും. UDF വലിയ പ്രതീക്ഷയിലാണെങ്കിലും അവിടെ അടിത്തട്ടിലെ റിയാലിറ്റിയിലേക്ക് പോകുമ്പോൾ മറിച്ചാണ്. പക്ഷേ എന്നിരുന്നാലും സംസ്ഥാന ഇന്റലിജൻസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് 5000 വോട്ടിന് UDF ജയിക്കുമെന്നാണ് SKN. പക്ഷേ അടിയൊഴുക്കുകളായിരിക്കും ഇത്തവണത്തെ വിധി നിർണ്ണയിക്കുന്നത് SKN. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.